ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വെസ്റ്റ് ബാങ്കിൽ, അതായത് നിങ്ങൾ മനസ്സിലാക്കണം, ഹമാസിൻ്റെ ഗാസയുടെ ഇഷ്യൂ കാരണം ഓൾമോസ്റ്റ് അവരുടെ കയ്യിലായി. അവിടുന്ന് അവർ നേരെ വെസ്റ്റ് ബാങ്കിലൂടെ പാലസ്റ്റീൻ എന്ന് പറഞ്ഞ ആ സൈഡിലോട്ടങ്ങ് പോയി. നിങ്ങൾ കണ്ടു കാണും, ഏറ്റവും വലിയൊരു ഒരു ഡിഫൻസിൻ്റെ മൂവ്മെൻ്റാണ് മിലിറ്ററിയുടെ എയറായിട്ട് നടത്തുന്നു, അതേപോലെ തന്നെ ഗ്രൗണ്ടിൽ കൂടെ നടത്തുന്നു. ഇപ്പോൾ ഇന്നലെ ഇസ്രായേലിൻ്റെ രാത്രി സ്റ്റേറ്റ്മെൻറ്റ് വന്നു, ഏകദേശം 18ഓളം പേര് ഹമാസ് തീവ്രവാദികളെ അവർ കൊന്നു, അതായത് വെസ്റ്റ് ബാങ്ക് ഭാഗത്ത് നിന്ന്. ഇതിനകത്ത് അവർ പറയുന്നൊരു കാരണമുണ്ട്. ഈ ഹമാസിൻ്റെ അവിടെ ഗാസയിൽ ഓപ്പറേഷൻ നടത്തിയ സമയത്ത് അവിടെയുള്ള പല ഹമാസിലെ തീവ്രവാദികളും ഭീകരവാദികളും അവിടുന്ന് ടണൽ ഉപയോഗിച്ച്, നേരത്തെ ടണൽ ഉണ്ടായിരുന്നു, അവർ ഇപ്പുറത്ത് വെസ്റ്റ് ബാങ്കിൽ വരുന്നു. അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു 1500ഓളം പേരാണ് ഇങ്ങോട്ട് കടന്നതെന്നാണ് ഇസ്രായേലിൻ്റെ നിഗമനം. ഇവരവിടെ ഇരുന്ന് വെസ്റ്റ് ബാങ്കിൽ ഇരുന്നുകൊണ്ട് ഇസ്രായേലിലോട്ട് ഈ പറയുന്ന റോക്കറ്റും ഈ ചെറിയ ചെറിയ മിസൈലും ഒക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഹിസ്ബുള്ളയുമായിട്ട് ചേർന്ന് ഈ ഗ്രൂപ്പ്, കാരണം അവിടെയുള്ള എല്ലാ ആൾക്കാരെയും ഹമാസിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ട് ഇസ്രായേലിലോട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. ഇസ്രായേലിനൊരു തീരുമാനമുണ്ട്, അവരിപ്പം ഒരു ഫ്രണ്ട് അല്ല 4ഓളം വാർ ഫ്രണ്ടുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഹിസ്ബുള്ള, ഇറാൻ, ഹമാസ്, ഹൂത്തി. ആലോചിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഗ്രൗണ്ട് ഓപ്പറേഷൻ അതിശക്തമായിട്ട് അങ്ങ് നടത്തുകയാണ്. അതായത് വെസ്റ്റ് ബാങ്കിലുള്ള ഹമാസിനെയും തീർക്കും, ഇതാണ് അവരുടെ ഒരു പ്രതിജ്ഞ എന്ന് പറയുന്നത്. അതിനുശേഷം അവർ ലെബനിലോട്ട് കയറി ഹിസ്ബുള്ളയെ കയറി അടിക്കും. അതിനുശേഷം അവർ ഇറാനെ കയറി താങ്ങും. ഉറപ്പായിട്ടും ഇതിനകത്തൊക്കെ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിലോട്ട് ഇപ്പോൾ കയറേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം അവർ നേരത്തെ പറഞ്ഞതാണ്, ഈ കഥ ഇപ്പോൾ തീരുന്നില്ല, സ്റ്റോറി ഈസ് നോട്ട് ഫിനിഷ്ഡ്. കാരണം ഇസ്രായേലിൻ്റെ നേരെ ഹിസ്ബുള്ള ഏകദേശം 8,000ഓളം മിസൈലും ഡ്രോണും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു സംഭവമാണ്, കഥ ഇതുകൊണ്ട് തീരുന്നില്ല, ഞങ്ങൾ ഈ കഥയുടെ ഒരു പരിസമാപ്തി ഉണ്ടാക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇനി പറയാൻ പോകുന്ന ഒരു അടിസ്ഥാനപരമായ വസ്തുത എന്ന് പറയുന്നത്, വെസ്റ്റ് ബാങ്കും ഏതാണ്ട് തീർത്ത് കളയും. ഇനി മറ്റൊരു റിപ്പോർട്ട് വരുന്നു, ഈ സെറ്റിലേഴ്സ് ആയിട്ടുള്ള ഇസ്രായേൽ, കാരണം പല രാജ്യങ്ങളിൽ നിന്നും വന്ന് ഈ ബോർഡറിൽ സെറ്റിൽ ചെയ്ത ഇസ്രായേലികൾക്ക് കൂടുതൽ ലാൻഡ് കൊടുത്തു. കാരണം ഈ പിടിച്ചെടുത്ത ലാൻഡൊക്കെ അവർക്ക് കൊടുത്തു. ഇതിപ്പോൾ അൾട്ടിമേറ്റായിട്ട് ആർക്കാണ് ഇത് വ്യക്തമായിട്ട് ലൂസേഴ്സ് എന്ന് പറയുന്ന ആരാ? ഈ പറയുന്ന പാലസ്റ്റീൻകാരും ഈ ഹമാസും ഈ ചില അറേബ്യൻ രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ഇവർ പ്രവർത്തിച്ചിട്ട് അൾട്ടിമേറ്റായിട്ട് ഇതില്ലാതാവും. ഇസ്രായേൽ വലിയ രാജ്യമാകുന്നു. ഇത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഇസ്രായേൽ വളരെ ടൈനി നേഷനാണ്, വി ഹാവ് ടു മേക്ക് ദം ബിഗ്. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലോട്ട് ഇപ്പോൾ കയറിയേക്കുന്നത്. അവിടുന്ന് ഇപ്പം ഏതാണ്ട് കുറച്ച് ആൾക്കാരെയൊക്കെ തുടച്ചു നീക്കും. മനസ്സിലാക്കുക, ഒക്ടോബർ 7 ശേഷം വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലുമായിട്ടുള്ള അടിയിൽ ഏകദേശം 580ഓളം പാലസ്റ്റീൻകാർ വെസ്റ്റ് ബാങ്കിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കാരണം അവിടെ വലിയ ടെൻഷനായിരുന്നു ഇസ്രായേലിനെതിരെ. ഇപ്പം അത് തീർക്കാൻ വേണ്ടി അവർ കയറി, അവർ ഗ്രൗണ്ട് ഫോഴ്സും ആർട്ടിലറിയും അതേപോലെ ഇൻഫൻട്രി ഫോഴ്സും ട്രക്കുകളും അതേപോലെ എയർവാർ ഫൈറ്റർ ജെറ്റും ഹെലികോപ്റ്ററും വെച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇന്നലെ രാത്രിയിൽ അവർ ഹമാസിൻ്റെ ഒരു ലോക്കൽ കമാൻഡറെ കൊന്നു കളഞ്ഞു. ഇതാണ് പ്രൊഫഷണൽ സേനയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. മറ്റേതൊരു ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, അവർക്ക് ട്രെയിനിങ് കിട്ടി ഈ മതത്തിൻ്റെ പേരിൽ, ഇസ്ലാമിൻ്റെ പേരിൽ അവർ അടിക്കുന്നു. കുറച്ച് വെപ്പൺസ് അവിടുന്ന് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്, പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനും അറിയത്തില്ല. ഇതാണ് ഈ ടെറർ ഓർഗനൈസേഷൻ്റെ പ്രശ്നവും. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രാജ്യത്തിൻ്റെ ട്രെയിൻഡ് ഫോഴ്സ്, അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ സുപ്രധാനമായ ഇഷ്യൂ. അവസാനം വെസ്റ്റ് ബാങ്കിലും അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതിൻ്റെ ലൈഫ് ഇവന്മാർ നശിപ്പിച്ചു. ഈ രീതിയിലോട്ടാണ് ഇറാൻ കയറി കളിച്ചത്. കണ്ടോണം, ഇറാൻ നിശബ്ദമായി. ഇറാൻ ഇപ്പോൾ തിരിച്ചടിക്കുമൊന്നും വേണ്ട, കാരണം ഹിസ്ബുള്ള ഇത്രയും 8,000ഓളം മിസൈലും വെച്ച് അടിച്ചിട്ടൊരു പുല്ലും നടന്നില്ല. അവർക്ക് മനസ്സിലായി ഇനി അവരെ കൊണ്ട് ഇത് കഴിയില്ല. കാരണം ഇസ്രായേൽ തിരിച്ചടിക്കുകയാണെങ്കിൽ, കാരണം ഇസ്രായേൽ റിട്ടാലിയേഷൻ നടത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇറാനെ അവർ തീർക്കും. ഇറാൻ ഇപ്പോഴും പേടി ഇസ്രായേൽ അവരുടെ പല നേതാക്കന്മാരെയും അവരുടെ റിപ്പബ്ലിക്കൻ ഗാർഡിൻ്റെ
ജമൽമാരെയും തീർക്കുമെന്നുള്ള പേടിയാണ്. അതായത് ലെബനനും പേടിച്ചു പോയി. എപ്പോഴാണ് അടുത്ത ബെയ്റൂട്ട് കയറി പിടിക്കുന്നത്? ഈ ഒരു ചെറിയൊരു അറ്റാക്കിൽ നിന്ന് പോയ പോക്ക് കണ്ടോണം. ഇതാണ് എപ്പോഴും ഞാൻ ഇമാരെ പറ്റി പറയുന്നത്. വെറും പൊട്ടന്മാരാണ്, കാര്യങ്ങൾ ഗ്രഹിക്കാതെയാണ് പലതും ചെയ്യുന്നത്. അതുകൊണ്ട് എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? ഈ ഹമാസിൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ച് ഏകദേശം 40,000-ന് മുകളിൽ കയറി. യഥാർത്ഥ കണക്ക് എത്രയാണ് ആർക്കറിയാം? എത്ര പേര് ഇഞ്ചുവേർഡായി? 1.5 ലക്ഷം പേര് ഇഞ്ചുവേർഡായി. എത്ര കുട്ടികൾ കൊല്ലപ്പെട്ടു? കുട്ടികൾ ആഹാരമില്ലാതെ കൊല്ലപ്പെട്ടു. അതിൻ്റെ വേറെ കണക്ക്. ആർക്കാണ് അൾട്ടിമേറ്റായിട്ട് തോൽവി ഉണ്ടായത്? പക്ക ഈ തീവ്രവാദ ഗ്രൂപ്പിന്. അതാണ് ഈ മതത്തെ പിടിച്ച് രാഷ്ട്രമുണ്ടാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എവിടെ എത്തി എവിടെ പോയി എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് ഈ വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം.